പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇറാനെ ചാരമാക്കാൻ പോകുന്നുവെന്ന ഭീഷണി മുഴക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാൽ പെട്ടെന്ന് ആ തീരുമാനത്തിൽ നിന്നും പിന്മാറിയത് ലോകരാഷ്ട്രങ്ങളെ അമ്പരപ്പിച്ചിരുന്നു. എന്താണ് പെട്ടെന്നുള്ള ഈ പിന്മാറ്റത്തിന് കാരണമെന്ന ചോദ്യം ആഗോളതലത്തിൽ തന്നെ ശക്തമായി. ഈ അപ്രതീക്ഷിത പിന്മാറ്റത്തിന് പിന്നിൽ 3 രാജ്യങ്ങളുടെ ഇടപെടലാണ് കാരണമെന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നു. പാകിസ്ഥാൻ ഏറെ നാളായി യുദ്ധം അവസാനിപ്പിക്കുന്നതിന് സജീവമായി തന്നെ രംഗത്തുണ്ട്. ചില ഘട്ടങ്ങളിൽ കാര്യങ്ങൾ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിനും അപ്പുറമായിട്ടുണ്ട്. എന്നാൽ ഇതിനിടെ സൗദി അറേബ്യയുടെ നിർണായക ഇടപെടലാണ് എല്ലാം ശാന്തമാകാൻ കാരണമെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ US പ്രസിഡന്റിനെ വിളിച്ച് സംസാരിച്ചതോടെയാണ് യുദ്ധത്തിൽ അയവ് വന്നത്. അമേരിക്ക സൗദി അറേബ്യയുമായി അടുത്ത സൗഹൃദം നിലനിർത്തുന്നുണ്ട്. ഈ ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ അടുത്തിടെ നടന്ന ആണവ കരാർ. നിലവിലെ സാഹചര്യം യുദ്ധം ശക്തമായാൽ വലിയ പ്രതിസന്ധി ഗൾഫ് മേഖല നേരിടുമെന്ന് ബിൻ സൽമാൻ അമേരിക്കയെ അറിയിച്ചു. സമാധാന പാതയാണ് ഇപ്പോൾ ആവശ്യമെന്നും അദ്ദേഹം ട്രംപിനെ ബോധിപ്പിച്ചതായാണ് വിവരം. മേഖലയിൽ സമാധാനവും സുരക്ഷയും നിലനിർത്താൻ നയതന്ത്ര മാർഗങ്ങൾ തേടണമെന്നും ലോകത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന തരത്തിൽ സംഘർഷം വ്യാപകമാകാതിരിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഈ ചർച്ചയ്ക്ക് പിന്നാലെയാണ് ട്രംപ് തന്റെ സൈനിക നടപടിയിൽ നിന്നും പിന്മാറിയത്. ഇറാനെതിരെ ശക്തമായ ആക്രമണം തുടങ്ങാൻ പോകുന്നുവെന്ന് ട്രംപ് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. പിന്നാലെ പശ്ചിമേഷ്യയിലെ എംബസികൾ വഴി പൗരന്മാരോട് പ്രദേശം വിടാൻ ശനിയാഴ്ച ആവശ്യപ്പെട്ടു. എന്നാൽ ഞായറാഴ്ച ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ട്രംപ് നിലപാട് മാറ്റിയത്. ഇറാനും മറ്റു പശ്ചിമേഷ്യൻ രാജ്യങ്ങളും അഭ്യർത്ഥിച്ചതിനാലാണ് ആക്രമണത്തിൽ നിന്ന് പിന്മാറുന്നതെന്നും ഒരു കരാറിന്റെ അടിസ്ഥാന രൂപരേഖ ഇറാൻ അംഗീകരിച്ചിട്ടുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്ക് ഉടനടി പൂർണ്ണമായും തുറക്കുക, ഇറാന്റെ ആണവ ഭീഷണി അവസാനിപ്പിക്കുക തുടങ്ങിയ കർശന നിബന്ധനകളോട് കൂടിയതാണ് ഈ കരാർ. ഈ വ്യവസ്ഥകൾ പാലിക്കപ്പെടുമെന്ന ധാരണയുടെ പുറത്താണ് തൽക്കാലത്തേക്ക് ആക്രമണത്തിൽ നിന്നും പിന്മാറിയിട്ടുള്ളത്. ഹോർമോസിനും ബാബുൽ മന്ദിബിലും യാത്ര തടസ്സപ്പെട്ടത് സൗദിയുടെ വ്യാപാരത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അമേരിക്ക ആക്രമിച്ചാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വ്യക്തമാക്കിയതിന് പിന്നാലെ തിരിച്ചടിക്കാൻ സാധ്യതയുള്ള കേന്ദ്രങ്ങളുടെ പട്ടിക ഇറാനിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. GCCയിലെ തന്ത്രപ്രധാന എണ്ണ വാതക കേന്ദ്രങ്ങളെല്ലാം ഇതിൽപ്പെടുന്നുണ്ട്. പിന്നാലെയാണ് അതിവേഗമുള്ള നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.